സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് സ്നീം. സ്റ്റഡി വിത്ത് സ്നീം യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറയാം. ഈ ചാനലിൽ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് 5-ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ്, EVS, മാത്തമാറ്റിക്സ്, ലാംഗ്വേജ് സബ്ജക്റ്റ് എല്ലാ ലെസൺസും സിമ്പിളായിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് എടുത്ത് തരുന്നൊരു ചാനലാണ് സ്റ്റഡി വിത്ത് സ്നീം. ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ തുടർന്നുള്ള പഠനത്തിന് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു വലിയേറിയ സപ്പോർട്ട് എന്ന നിലക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ക്ലാസ് 1 ഇംഗ്ലീഷ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ആദ്യം കണ്ടൻറ്റുകൾ എന്തെന്ന് പറഞ്ഞു പോകാം. അങ്ങനെ രസകരമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് എന്ന പുസ്തകം പഠിച്ചു തീർക്കാം. കമോൺ, ആദ്യം കണ്ടൻറ്റാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റുകൾ ഒരു 3 യൂണിറ്റുകളായിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ പാഠങ്ങളായിട്ട് ഉള്ളിലും ഒരു കണ്ടൻറ്റുള്ള പോലെയാണ് ടെസ്റ്റ് ഉള്ളത്. നമുക്ക് നോക്കാം. ആദ്യം യൂണിറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ട് ഹോങ് ടൂട്ട് ടൂട്ട്, അതാണ് യൂണിറ്റിൻ്റെ പേര്. അതിലുള്ള ചെറിയൊരു പാഠമാണ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ആൻഡ് അടുത്തതാണ് യൂണിറ്റ് 2 ബാക്ക് ടു ഗ്രീൻ. അതിലുള്ള ഒരു ചെറിയ ഒരു പാർട്ടായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എ ജംഗിൾ റൈഡ്. ആൻഡ് അടുത്തതാണ് യൂണിറ്റ് 3, അതിൻ്റെ പേരാണ് മ്യാവ്. ആൻഡ് അതിലുള്ളൊരു ചെറിയ പാഠമാണ് മോത്തി ദ ബേബി എലിഫൻറ്റ്. ഓക്കെ, അങ്ങനെ 3 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആദ്യത്തെ യൂണിറ്റ് ഹോങ് ടൂട്ട് ടൂട്ട്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. യൂണിറ്റ് 1 ഹോങ് ടൂട്ട് ടൂട്ട്. ഇത് 2 ഹോണിൻ്റെ ശബ്ദങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഹോങ്, നമ്മൾ വണ്ടിൻ്റെ ശബ്ദങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താഴെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഇതിൽ 2 വണ്ടി നിങ്ങൾക്ക് കാണാം. ഒന്ന് ഒരു ചുവന്ന നിറത്തിലുള്ള വണ്ടിയും ഒന്ന് നീല കളറിലുള്ള ഒരു ബസ്സും ചുവന്ന കളറിലുള്ള ഒരു കാറുമാണ് കാണുന്നത്. ഹിയർ ഇസ് എ ബ്ലൂ ബസ് ആൻഡ് എ റെഡ് കാർ. അപ്പം ഇതാണ് ചിത്രം. ഇതാണ് അടിയിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു റാറ്റ് ഉണ്ട്, ഹെന്നുണ്ട്, അതുപോലെ കുറച്ച് മരങ്ങളും 2 വണ്ടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഈ ചിത്രത്തിന് എന്താണെന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റണം എന്നുള്ളതാണ് ഇത് ഇംഗ്ലീഷ് എന്ന ടെസ്റ്റിനോട് ഉദ്ദേശിക്കുന്നത്. ഈ ചിത്രത്തിന് ദർ ആർ ലോട്ട് ഓഫ് ട്രീസ്, ഹെർബ്സ് നമുക്ക് പറയാം. പിന്നെ ദർ ഇസ് 2 vehicles on the road. One is a big blue bus and one is a small red car. Then some kinds of animals എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹെന്ന് കാണുന്നുണ്ട്. അങ്ങനെ നമുക്ക് പറയാം. ഇങ്ങനെ നമുക്ക് ചിത്രം നോക്കി മക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന ചാപ്റ്ററിലേക്ക് കയറുകയാണ്. ആദ്യം തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട് ഒരു ബസ്സാണ് കാണുന്നത് അല്ലേ, ബസ്. ഈ ബസ്സിൽ എന്താണ് ഒരു വലിയ ബസ്സാണ് അല്ലേ. ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്. ദ ബസ് ഈസ് ബിഗ്. എന്താ പറയുന്നത്, ദിസ് ഈസ് എ ബസ്, എ ബിഗ് ബ്ലൂ ബസ് ആണ്. ഓക്കെ, ദിസ് ഈസ് എ ബസ്, ദിസ് ഈസ് എ ബസ്. അപ്പോൾ കൂടെ വായിക്കുക, ദിസ് ഈസ് എ ബസ്. 2 എ ബ്ലൂ ബസ്, എ ബ്ലൂ ബസ്. ദ ബസ് ഈസ് ബിഗ്. അപ്പം ഇവിടെ ഉള്ളത് ദിസ് ഈസ് എ ബസ്, ഇത് ഒരു ബസ്സാണ്. ദെൻ 2 എ ബ്ലൂ ബസ്, അതിന് നിറമാണ് രണ്ടാമത് പറയുന്നത്. അതെന്താണ്, ഒരു ബ്ലൂ ബസ്സാണ്. 2 ദ ബസ് ഈസ് ബിഗ്, ബസ് എന്താണ്, വലുതാണ്. ഇതിൽ അറിയാത്ത വാക്കുകളുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദിസ് ഈസ് എ ബസ്. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ സ്കൂൾ ബസ്, നിങ്ങൾ സ്കൂളിൽ ഡെയിലി പോകുന്ന ആളുകളാണ്. സ്കൂൾ ബസ്, ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്, അതിൻ്റെ നിറമാണ് ബ്ലൂ, നീല കളർ. ഓക്കെ, ദെൻ ദ ബസ് ഈസ് ബിഗ്. ആ ബിഗ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് കുറച്ച് വലുതാക്കി എഴുതിയിട്ട് കാണുന്നില്ലേ. ബിഗ് എന്നുള്ളത് വലുത് എന്നാണ് അർത്ഥം, വലുത്. ദ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്. ബസ്സിൻ്റെ കളർ എന്താണ് അറിയോ മക്കളെ, ബസ്സിൻ്റെ കളർ എന്താണ്? യെസ്, ഇറ്റ്സ് ബ്ലൂ. ആദ്യം കൊടുത്തിട്ടുണ്ടല്ലോ, എ ബ്ലൂ ബസ്. ദെൻ നെക്സ്റ്റ് വി ലുക്ക് അറ്റ് ദിസ്. നമുക്ക് കാണാൻ കഴിയുന്നത്, നേരത്തെ നമ്മൾ 2 കാറ് കണ്ടിട്ടുണ്ട്, 2 വാഹനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നെന്താണ്, വൺ ഈസ് എ ബസ് ആൻഡ് അതർ വൺ ഈസ് എ കാർ. ആദ്യം നമുക്ക് തന്ന ഡിസ്ക്രിപ്ഷൻ എന്തിനെ കുറിച്ചാണ്? ആദ്യം നമുക്ക് പറഞ്ഞത് ബസ് എന്താണ്, ബസ്സിൻ്റെ നിറം എന്താണ്, ബസ്സിൻ്റെ വലുപ്പം എത്ര എന്ന 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു റെഡ് കാർ. ഒരു റെഡ് കാറിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ദിസ് ഈസ് എ കാർ, ദിസ് ഈസ് എ കാർ. രണ്ടാമത് എ റെഡ് കാർ, എ റെഡ് കാർ. ദ കാർ ഈസ് സ്മോൾ, ദ കാർ
ഈസ് സ്മോൾ. സോ ഇതെന്താണ്? ഒരു കാറാണ്. കാറിൻ്റെ കളറാണ് രണ്ടാമത് പറഞ്ഞത്. ദിസ് ഇസ് എ കാർ, എ റെഡ് കാർ. എന്താണ്? റെഡ് ആണ് അതിൻ്റെ നിറം. റെഡ്, ചുവപ്പ്. സോ ചുവപ്പാണ് അതിൻ്റെ നിറം. ദ കാർ ഈസ് സ്മോൾ. കാർ എന്താണ്? ചെറുതാണ്. മറ്റേ നമ്മൾ നേരത്തെ കണ്ടത് എന്തായിരുന്നു? വലിയ ബസ്സായിരുന്നു. അതിൻ്റെ കളർ എന്തായിരുന്നു? ബ്ലൂ. ദെൻ നമുക്ക് എന്താ അടുത്ത് നോക്കാം. ഇനി ബസ്സിൻ്റെ ശബ്ദം എന്താണെന്നാണ് പറയുന്നത്. ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ്ക് ഹോങ്ക് ബസ്, ഹോങ്ക് ഹോങ്ക് ബസ്. സോ ഐ ആം എ ബസ്. ഞാൻ എന്താണ്? ബസ്സാണ്. ഞാൻ ആം എ ബസ്. ഞാനൊരു ബസ്സാണ്. ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ്ക് ഹോങ്ക് ബസ്. അപ്പോൾ ഹോങ്ക് ഹോങ്ക് എന്നുള്ളത് അതിൻ്റെ എന്താണ്? ഹോൺ ശബ്ദമാണ് അത് പറയുന്നത്. സോ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ചിത്രത്തിൽ അതിൻ്റെ ഹോൺ. ഓക്കെ, അപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ്ക് ഹോങ്ക് ബസ്, ഹോങ്ക് ഹോങ്ക് ബസ്. ഓക്കെ, സോ അതാണ് പറഞ്ഞത്. നെക്സ്റ്റ് നോക്കാം. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ബ്ലൂ ബസ് എവിടെയുള്ളത്? റോഡിലാണ് നമ്മുടെ ബ്ലൂ ബസ് ഉള്ളത് അല്ലേ? സോ നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ കണ്ടു 2 വണ്ടികളുള്ളത്. ഇപ്പോൾ നമുക്ക് ആ വണ്ടി എന്താണ്, അതിൻ്റെ നിറം എന്താണെന്ന് പറഞ്ഞു തന്നു. ഇപ്പോൾ ഇതാ ബസ് വന്നിട്ട് പറയാണ് ഐ എം എ ബസ്, ഐ എം എ ബസ്. എന്താണ്? ഹോങ്ക് ഹോങ്ക് ബസ് അല്ലേ? സോ ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ബ്ലൂ ബസ് എവിടെയുള്ളത്? ഈസ് ഓൺ ദ റോഡ്. സോ വേർ ഈസ് ദ ബസ് ഗോയിങ്? അതാണ് നമ്മൾ ഇവിടുത്തെ ഇത് ഹരിടി ചേട്ടനെ നോക്കുന്നത്. വേർ ഈസ് ദ ബസ് ഗോയിങ്? ബസ് ഗോയിങ്, എവിടെ ബസ് പോകുന്നത്? അതാണ്. സോ ഞാൻ ആദ്യം ഇതൊന്ന് വായിക്കാം, മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഇംഗ്ലീഷാണ്, കൂടെ വായിച്ചെങ്കിലേ നമുക്ക് ഇംഗ്ലീഷിനൊപ്പം പോകാൻ കഴിയുള്ളൂ. സോ വായിക്കാം. ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ്ക് ഹോങ്ക് ബസ്, ഹോങ്ക് ഹോങ്ക് ബസ്. ദെൻ അടിയിൽ എന്തെങ്കിലും കൊടുത്ത് നോക്കുക. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ബ്ലൂ ബസ് എവിടെ ഉള്ളത്? ഈസ് ഓൺ ദ റോഡ്. ബ്ലൂ ബസ് റോഡിലാണ് ഉള്ളത്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ദെൻ ഇനി നമ്മുടെ കാറല്ലേ, നമ്മൾ നേരത്തെ കണ്ട കാറ്. സോ കാറിൻ്റെ കാര്യം പറയുകയാണ് ഇവിടെ. ഐ ആം എ കാർ, ഐ ആം എ കാർ, ടൂട്ട് ടൂട്ട് കാർ, ടൂട്ട് ടൂട്ട് കാർ. അപ്പം എന്താണ്? കാർ എന്താ പറയുന്നത്? ഐ ആം എ കാർ, ഞാനൊരു കാറാണ്. ഐ ആം എ കാർ, ഞാനൊരു കാറാണ്. ടൂട്ട് ടൂട്ട് എന്നാണ് എൻ്റെ ശബ്ദം, അതാണ് ടൂട്ട് ടൂട്ട് കാർ. ഓക്കെ, ദെൻ അടിയിൽ ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. വായിക്കുക. ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. റെഡ് കാർ, ചുവപ്പ് കാറ് റോഡിലുണ്ട്. ഈസ് ഓൺ ദ റോഡ്. ഈസ് ഓൺ ദ റോഡ് ഉള്ളത് എവിടെയാണ്? ഓൺ ദ റോഡിലാണ്. ഓക്കെ, ദെൻ വേർ ഈസ് ദ കാർ ഗോയിങ്? എവിടേക്കായിരിക്കും ഈ കാർ പോകുന്നത്? നമുക്ക് നോക്കാം. ദെൻ നോക്കാം. ഇനി നമ്മുടെ ബസ് പിന്നെയും വരികയാണ്. ഐ ഹാവ് എ ഹോൺ, ഹോങ്ക് ഹോങ്ക് ഹോൺ. അപ്പോൾ എനിക്കൊരു ഹോൺ ഉണ്ട്. എങ്ങനത്തെ ഹോണാണ്? ഹോങ്ക് ഹോങ്ക് ഹോണാണ്. ഹോങ്ക് ഹോങ്ക് എന്നാണ് അതിൻ്റെ ശബ്ദം. സോ കൂടെ വായിക്കാം. ഐ ഹാവ് എ ഹോൺ, ഹോങ്ക് ഹോങ്ക് ഹോൺ. അപ്പം നമ്മുടെ കരടി സ്റ്റേഷൻ പിന്നെയും എന്താ പറയുന്നത്? ദ ബസ് ഹാസ് എ ഹോൺ, ഇറ്റ്സ് സൗണ്ട് ഹോങ്ക് ഹോങ്ക്. അപ്പോൾ എന്താണ്? ബസ്സിനൊരു സൗണ്ട് ഹോണുണ്ട്. ആ ഹോണിൻ്റെ ശബ്ദമാണ് ഹോങ്ക് ഹോങ്ക്. ഓക്കെ, അപ്പം ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? നിങ്ങളോടുള്ള ചോദ്യമാണ്. ബസ്സിന് ഹോൺ മാത്രമേ ഉള്ളൂ? നെയിം ദ അതർ പാർട്സ് ഓഫ് ദി ബസ്. ഈ ബസ്സിലുള്ള അതർ പാർട്സുകൾ നിങ്ങളോട് പറഞ്ഞു തരാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ കാണാം, എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബസ്സിൽ എന്തൊക്കെയുണ്ട്? യെസ്, വീൽസ് ഉണ്ട്, ഹോൺ ഉണ്ട്, വിൻഡോസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ നോട്ട് ബുക്കിൽ അതൊന്ന് എഴുതിയെടുക്കുക. ദെൻ അപ്പം ആ ബസ്സിൻ്റെ കുറച്ച് പാർട്സുകൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ബസ്സിലുണ്ടാകുന്ന പാർട്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? നമ്മുടെ കാർ പിന്നെയും വന്നു. പിന്നെയും കാർ. എന്താണ് കാർ പറയുന്നത്? ഐ ഹാവ് ലൈറ്റ്സ്, വൈറ്റ് ലൈറ്റ്സ്. എനിക്ക് എൻ്റെ കയ്യിൽ ലൈറ്റുകളുണ്ട്. എങ്ങനത്തെ ലൈറ്റുകളാണ്? സോ അപ്പം എന്താ പറഞ്ഞത്? കാറിന് എന്തുണ്ട്? 2 ലൈറ്റ് ഉണ്ട്. ദേ ആർ വൈറ്റ്. അവരെന്ത് കളറിലാണുള്ളത്? വൈറ്റ് കളറിലാണ് ഉള്ളത്. സോ വായിക്കാം. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. ദേ ആർ വൈറ്റ്. ഇനി ദ കാർ ഹാസ് മെനി പാർട്സ്, ക്യാൻ യു നെയിം ദം? സോ കാറിനുമുണ്ട് കുറേ പാർട്സ്. നിങ്ങൾക്കത് നെയിം ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയുണ്ട്? സീറ്റ് ഉണ്ട്, ഡോറുണ്ട്, ലൈറ്റ് ഉണ്ട്, ഹോൺ ഉണ്ട്, പിന്നെന്താ ഗ്ലാസ് ഉണ്ട് അല്ലേ? പിന്നെന്താ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് അപ്പം അതും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കാറിൻ്റെ പാർട്സും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി നിങ്ങൾക്ക് എഴുതി വെക്കാം. ദെൻ നെക്സ്റ്റ്
പേജ് നമ്പർ 14. എന്താണ്? അപ്പം ഇവിടെ ഒരു എന്താണ് മങ്കി നിൽക്കുന്നുണ്ട് അല്ലേ? മങ്കിനെ എന്താണ് പ്രശ്നം എന്താ നമുക്ക് നോക്കാം. എല്ലാവരും ഉണ്ട് അല്ലേ? സോ എന്താണ് ബസ് പറയുന്നത്? ഐ റൺ ഫാസ്റ്റ്, ഞാൻ വേഗത്തിൽ ഓടും. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗം, റണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ ഓടും. സോ ഐ റൺ ഫാസ്റ്റ്, ഞാൻ വേഗത്തിൽ ഓടും. സോ ബസ് പറയാണ് ഐ റൺ ഫാസ്റ്റ്. കൂടെ വായിക്കുക, ഐ റൺ ഫാസ്റ്റ്. സോ ഞാൻ വേഗം പോകുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ്, അപ്പം ഇത് കാണുന്ന കാറ് പറയാണ് മീ ടു, വി ടു, ഞാനും. ഓക്കെ, അപ്പം ഇത് കാണുന്ന കാർ എന്താ പറയുന്നത്? കൂടെ വായിക്കുക, മീ ടു, മീ ടു. ഓക്കെ. നെക്സ്റ്റ്, അപ്പോൾ ആരോ ഒരാൾ ഹേയ് പറയുന്നുണ്ട്. അതാരാ നമുക്ക് നോക്കാം. ദ ബസ് റൺ ഫാസ്റ്റ്, ദ കാർ റൺസ് ഫാസ്റ്റ്. അപ്പോൾ എന്താണ്? ബസ്സും വേഗത്തിലോടും കാറും വേഗത്തിലോടും. സോ വായിക്കും മക്കളെ, ദ ബസ് റൺസ് ഫാസ്റ്റ്, ദ ബസ് റൺസ് ഫാസ്റ്റ്. അടിയിലുള്ളത് ദ കാർ റൺസ് ഫാസ്റ്റ്. നെക്സ്റ്റ്, ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്. ഈസ് ഇറ്റ് ഗുഡ്? കാറും ബസ്സും വേഗത്തിൽ ഓടുന്നു, അത് ഒരു നല്ലതാണോ? അതാണ് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഓക്കെ. നെക്സ്റ്റ്, ഹോങ്ക് ഹോങ്ക്, ഹേ കാർ ഗിവ് അവേ, ഗിവ് വേ. അപ്പോൾ എന്താ പറയുന്നത്? ഹോങ്ക് ഹോങ്ക്, എന്തോ ദേഷ്യപ്പെട്ട് ബസ് പറയുന്നുണ്ട്. എന്തായിരിക്കും ഈ ബസ് ഇത്ര ദേഷ്യപ്പെടാൻ കാരണം എന്ന് നോക്കാം. ഹോങ്ക് ഹോങ്ക്, ഹോൺ അടിക്കുകയാണ്. ഹോൺ ഹോൺ എന്താണ്? ഹേ കാർ ഗിവ് വേ. എന്താ പറയുന്നത്? ഹേ കാറേ എന്താ വൈന്ന് മാറ്. ഓക്കെ. സോ ഹേ കാർ ഗിവ് വേ. അപ്പോൾ എന്താണ്? ഇപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് എന്താ ഇങ്ങനെ ഒച്ചിടുന്നത്. ഓക്കെ. സോ നോക്കാം. സ്റ്റോപ്പ് ഷൗട്ട് ദ പോലീസ് ഓഫീസർ, സ്റ്റോപ്പ് ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ എന്ത് പറയുന്നുണ്ട്? എന്താ പറയുന്നത്? യെസ്, സ്റ്റോപ്പ്, നിർത്ത്. ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ, പോലീസ് ഒച്ച വെച്ചു. അപ്പം എന്താണ്? സ്റ്റോപ്പ് ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്, ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. അപ്പം എൻ്റെ കൂടെ വായിക്കും മക്കളെ. സ്റ്റോപ്പ് ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ, ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്, ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. ഡസ് നോട്ടിൻ്റെ അർത്ഥം ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്, ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്, ബസ് നിർത്തിയില്ല. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്, കാറും നിർത്തിയില്ല. നെക്സ്റ്റ്, സ്റ്റോപ്പ്. അപ്പോൾ നമ്മുടെ ട്രാഫിക് പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കരടിമാമനാണ്. എന്താ കരടിമാമൻ പറയുന്നത്? സ്റ്റോപ്പ്, സ്റ്റോപ്പ്, നിർത്ത്. എന്താണ്? ടൂട്ട് ടൂട്ട്, യു മൂവ്. അപ്പോൾ കരടിമാമനോട് എന്താ പറയുന്നത്? കാറ് മാറി നിൽക്ക്, യു മൂവ്, നീ മാറ്. ഓക്കെ, മൂവ് എന്നുള്ളതിന് അർത്ഥം മാറുക. ഓക്കെ, ടൂട്ട് ടൂട്ട്, യു മൂവ്. സോ അപ്പോൾ നമ്മുടെ എല്ലാ കോഴിയും റാറ്റും എല്ലാം നോക്കി നിൽക്കുകയാണ് എന്താ നടക്കുന്നത് എന്നുള്ളത്. വാട്ട് വിൽ ഹാപ്പൺ നൗ? ഇനി എന്ത് സംഭവിക്കും? എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് നോക്കാം. അല്ലാ, എന്ത് സംഭവിച്ചു നോക്കി. ബസ് ഇടിച്ചു അല്ലേ? ബസ് വേറൊരു വണ്ടിയെ പോയിട്ട് ഇടിച്ചു. അപ്പം ബസ് എന്ത് ചെയ്തിട്ട് ഇടിച്ചിട്ട് അതിൻ്റെ വീൽസ് എല്ലാം പൊട്ടിയിട്ടുണ്ട്. ആൻഡ് ഹോണെല്ലാം നിലത്ത് വീണു അല്ലേ? അപ്പോൾ ബസ്സിന് നല്ല സാരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇത് കാണാൻ പറ്റാനിട്ട് പശു നിലത്ത് വീണ് പോയിട്ടുണ്ട്. 2 പേരും ഇടിച്ചു. ആ ഇടിച്ചതിൽ ടയർ നമ്മുടെ എലിയുടെ തലക്ക് കൊണ്ടിട്ടുണ്ടല്ലേ. ഭാഗ്യത്തിന് അവിടെ ഹെന്ന് രക്ഷപ്പെട്ടു. സോ ഇതുകൊണ്ടാണ് മക്കളെ പറഞ്ഞത് വണ്ടി സ്പീഡിൽ ഓടിക്കരുതെന്ന്. ഇപ്പം പല ആക്സിഡൻറ്റുകളും നമ്മൾ കാണുന്നതാണ്, പത്രത്തിൽ കാണുന്നതാണ്. സോ വീട്ടിൽ നിന്നും പോകുമ്പോൾ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് വേണം ബൈക്ക് ഓടിക്കാൻ. കാറും ബസ്സുമെല്ലാം ഓട്ടുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ ഓട്ടാൻ. സോ എന്താ നോക്കാം, ഡ്രൈവ് ചെയ്യാൻ. സോ നമുക്ക് നോക്കാം. ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ബസ്സും കാറും കൂട്ടിയിടിച്ചിട്ടുണ്ട്. ബസ്സും കാറും എന്തായിട്ടുണ്ട്? കൂട്ടിയിടിച്ചിട്ടുണ്ട്. ആൻഡ് ദ മക്കൾ വായിച്ചൊക്കെ കൂടെ, ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. ദ ബസ്, ബസ്സും ആൻഡ് ദ കാർ, കാറും. ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? കൂട്ടി മുട്ടി അല്ലെങ്കിൽ കൂട്ടിയിടിക്കുക എന്നൊന്ന് പറയും. ഈച്ച് അതർ, കൂട്ടിമുട്ടി എന്നുള്ളതിനേക്കാളും കൂട്ടിയിടിക്കുക എന്നുള്ളതാണ് ഹിറ്റിൻ്റെ അർത്ഥം. നെക്സ്റ്റ്, സോ നമ്മുടെ കരടി മാമൻ ട്രാഫിക് പോലീസ് വന്നു എന്ന് മാറ്റാൻ ശ്രമിച്ചെങ്കിലും നമ്മുടെ കാറ് കേട്ടില്ല, ബസ്സും കേട്ടില്ല. അവർ 2 പേരും അനുസരിച്ചില്ല. അതുകൊണ്ട് അവർ കൂട്ടിമുട്ടി. എന്ത് സംഭവിച്ചു? വേർ ഈസ് ദ പോലീസ് ഓഫീസർ? നിങ്ങൾ ഈ ചിത്രത്തിൽ എവിടെ പോലീസ് ഓഫീസറിനെ കാണുന്നുണ്ടോ? ഓക്കെ. ആൻഡ് എന്താ പറഞ്ഞത്? വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു? ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പം പോലീസ് ഓഫീസർ എന്താ ചെയ്യുക? മക്കളൊന്ന് ആലോചിച്ച് നോക്കി. മൈ ഹോൺ. എന്താ ബസ് പറയുന്നത്? വേദനയാണ് ഈ എന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ എന്ന് പറയില്ലേ, അതേ സംഭവം.
എന്താണ് മൈ ഹോൺ, എൻ്റെ ഹോൺ, എൻ്റെ ഹോണ്. അപ്പം ഹോൺ എന്ത് ചെയ്തിട്ടുണ്ട്? പൊട്ടി നിലത്ത് വീണിട്ടുണ്ട്. ദെൻ ദ ഹോൺ ഫെൽ ഡൗൺ, ഹോൺ നിലത്ത് വീണു. ദ കാർ ലൈറ്റ് ഫെൽ ഡൗൺ, കാർസിൻ്റെ ലൈറ്റ് ഫെൽ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം ദ ഹോൺ ഫെൽ ഡൗൺ, ഹോണ് എന്ത് ആയിട്ടുണ്ട്? നിലത്ത് വീണ് പോയി. ദ കാർ ലൈറ്റ് ഫെൽ ഡൗൺ, കാറിൻ്റെ ലൈറ്റും നിലത്ത് വീണ് പോയി. ആ കാറിൻ്റെ ലൈറ്റാണ് നമ്മുടെ കൗവ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഹോണ് നമ്മുടെ റോട്ടിൽ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആൻഡ് ദ ഹോൺ ഫെൽ ഡൗൺ, ഹോണ് വീണ് പോയിട്ടുണ്ട്. ദ കാർ ലൈറ്റ് ഫെൽ ഡൗൺ, കാറിൻ്റെ ലൈറ്റും വീണ് പോയിട്ടുണ്ട്. വാട്ട് ഹാപ്പൺ ടു ദ ബസ്, വാട്ട് ഹാപ്പൺ ടു ദ കാർ. അപ്പോൾ എന്താ സംഭവിച്ചത് നോക്കിയേ. വാട്ട് ഹാപ്പൺ ടു ദ ബസ്, ബസ്സിന് എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൺ ടു ദ കാർ. നിങ്ങളിപ്പോൾ 2 ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ടാവും. അപ്പം മനസ്സിലാക്കുക എന്താണ് കാറിനും ബസ്സിനും പറ്റിയതെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. അപ്പം ബസ് ദേഷ്യം പിടിച്ചത്, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്, ഇത് നിൻ്റെ തെറ്റാണ്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ്. സോ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, കൂടെ വായിക്കാം. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഓക്കെ. സോ ബസ് ദേഷ്യം പിടിച്ച് പറയാണ് എന്ത്? ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്, ഇത് നിൻ്റെ തെറ്റാണ് എന്ന് കാറിനോട് പറയാണ്. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. നോ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്, അല്ല അത് നിൻ്റെ തെറ്റാണ്. നോ, കൂടെ വായിക്കാം. നോ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. എന്താണ്? അത് നിൻ്റെ തെറ്റാണ്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. സോ നമ്മുടെ ട്രാഫിക് പോലീസ് പറഞ്ഞതായിരുന്നല്ലോ, അനുസരിക്കാതെ റൂട്ടിൽ നിന്നും സ്പീഡിൽ വണ്ടി ഓടിച്ചതാണ് പ്രശ്നമായത് അല്ലേ? ദെൻ ദ ബസ് ഈസ് ആംഗ്രി, ദ കാർ ഈസ് ഓൾസോ ആംഗ്രി. കൂടെ വായിക്കാം. ദ ബസ് ഈസ് ആംഗ്രി. ആംഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേഷ്യപ്പെടുക എന്നാണ് അർത്ഥം. ദ കാർ ഈസ് ഓൾസോ ആംഗ്രി. വൈ ഈസ് ദ ബസ് ആംഗ്രി? എന്തിനാണ് ബസ്സിന് ഇത്ര ദേഷ്യം? വൈ ഈസ് ദ കാർ ആംഗ്രി? എന്തിനാണ് കാറിന് ഇത്ര ദേഷ്യം? നിങ്ങൾ പറയും മക്കളെ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അപ്പം കാറ് പറഞ്ഞതാണല്ലോ, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പം ഇതാര് പറഞ്ഞു? നമ്മുടെ പോലീസ്, അതായത് ട്രാഫിക് പോലീസായിട്ടുള്ള നമ്മുടെ കരടി മാമൻ പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, അത് നിൻ്റെ തെറ്റാണ്. സോ ബസ് കാര്യം മനസ്സിലാക്കിയിട്ട് ഐ ആം സോറി സർ, ഐ ആം സോറി. സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് സ്പെൽ എന്നൊക്കെ പറയും. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, ടെസ്റ്റിലുണ്ട്. സോ ഐ ആം സോറി സർ. സോ നമ്മുടെ ബസ് പറയും ഐ ആം സോറി സർ, ഐ ആം സോറി, ഐ ആം സോറി സർ. സോ എന്താ നടക്കുന്നത് അടുത്തത്? ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് ടു. അപ്പം നമ്മുടെ ആര് പറയണം? നമ്മുടെ ട്രാഫിക് പോലീസ് പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു, അത് നിൻ്റെ തെറ്റും കൂടിയാണ് കേട്ടോ കാറേന്ന്. എന്താണ്? ഒന്ന് കൂടെ വായിച്ചോളി. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു. ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെയും കൂടെ അങ്ങനെ പറയല്ലോ. മീ ടു നമ്മൾ നേരത്തെ പറഞ്ഞു, അതേ ഒരു ഫോർമാറ്റാണ് മിസ്റ്റേക്ക് ടു. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു, ഇത് നിൻ്റെ തെറ്റും കൂടിയാണ്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ്, നേരത്തെ പറഞ്ഞതാണ്. അപ്പം നമ്മുടെ കാറും സോറി പറഞ്ഞു. സോറി സോ. ഹൂ മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്? സോ അപ്പോൾ ആരാണിതിൽ മിസ്റ്റേക്ക് ചെയ്ത ആളാരാണ് റോഡിൽ? ദെൻ വാട്ട് ഡസ് ദ പോലീസ് ഓഫീസർ സേ? എന്താണ് പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത്? അടുത്തത് നോക്കാം. ഹിയർ ഈസ് യുവർ ഹോൺ. നമ്മുടെ മങ്കി പോലീസിന് ഹോൺ എന്ത് ചെയ്യുന്നു? ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഹിയർ, ഇവിടെ. ഹിയർ ഈസ് യുവർ ഹോൺ, ഇതാ നിൻ്റെ ഹോൺ. ഹിയർ ഈസ് യുവർ ഹോൺ, ഇവിടെ ഉണ്ട് നിൻ്റെ ഹോൺ. ഓക്കെ. ദെൻ ഹൂ ഹെൽപ്സ് ദ ബസ്, ഹൂ ഹെൽപ്സ് ദ കാർ? ആരാണ് ബസ്സിനെ സഹായിച്ചത്? ആൻസർ എന്താണ്? മങ്കി. ഇനി ഹൂ ഹെൽപ്സ് ദ കാർ എന്ന് നമുക്ക് കാണാം. ദെൻ നെക്സ്റ്റ് നമ്മുടെ കൗ ഹെൽപ്പ് ചെയ്യും എന്ത്? കാർ ഫിറ്റ് ചെയ്യാൻ. ഹിയർ ഈസ് യുവർ ലൈറ്റ്. അപ്പോൾ ഇതാണ് നിൻ്റെ ലൈറ്റ്. ഹിയർ ഈസ് യുവർ ലൈറ്റ്, കൂടെ വായിക്കുക. ഹിയർ ഈസ് യുവർ ലൈറ്റ്. ദെൻ നെക്സ്റ്റ് അപ്പം ദ ഹോൺ ഈസ് റെഡി, ദ ലൈറ്റ് ഈസ് റെഡി, കൂടെ വായിക്കുക. ദ ഹോൺ ഈസ് റെഡി, ദ ലൈറ്റ് ഈസ് റെഡി. ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി. അപ്പോൾ എന്താണ്? ദ ഹോൺ ഈസ് റെഡി, ഹോൺ റെഡിയായി. ദ ലൈറ്റ് ഈസ് റെഡി, ദ ലൈറ്റ് റെഡിയായി. ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി. സോ ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി. സോ ബസ്സും കാറും ഹാപ്പിയായി. ദെൻ താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു സർ എന്ന് പറയും. ആര്? ഇവിടെ കാറ്. ആൻഡ് എന്താണ് ബസ് പറയുന്നത് നോക്കാം.
ബസ് ബൈ സർ എന്താ പറയുന്നത്? ടാറ്റ ബൈ ബൈ സി യു, ദാറ്റ് ഇസ് ദ വൺ. സോ ബൈ സർ. സോ ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ നമ്മുടെ പോലീസ് പറയാണ് ഇത് ആവർത്തിക്കരുത്. ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. കൂടെ വായിക്കാം. ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക. ഡു നോട്ട് ആവർത്തിക്കരുത്. ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് ആവർത്തിക്കരുത്. ദ നെക്സ്റ്റ്, വിൽ ദേ ഗോ ഫാസ്റ്റ്? നോ. ഇനി അവർ വേഗത്തിൽ ഓട്ടു. വിൽ ദേ ഗോ ഫാസ്റ്റ്? നോ. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗം. സോ അതാണ് കാണുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്താണ്? നമ്മുടെ ബസ്സും നമ്മുടെ കാറും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് അടുത്ത ചിത്രം. സോ ഇത് നോക്കാം. ഗ്രീൻ ഗ്രീൻ ട്രീസ്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ട്രീസുകളാണ് പറയുന്നത്. ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ബ്ലൂ ബേർഡ്സ് യു ആർ സോ നൈസ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ഗ്രീൻ ട്രീസ്. ട്രീസ് എന്ന് പറഞ്ഞാൽ മരം. സോ ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച നിറമാണ് ഉദ്ദേശിക്കുന്നത്. സോ ഗ്രീൻ ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മരം. യു ആർ സോ നൈസ്. നീ ഭയങ്കര അടിപൊളിയാണ്. നീ ആളെ ഭയങ്കര അടിപൊളിയാണെന്ന് പറയില്ലേ, അതാണ്. യു ആർ സോ നൈസ്. നീ ഭയങ്കര നൈസാണ്. എന്താണ്? ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ഞാൻ എന്താണ് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടി. അപ്പോൾ കൂടെ വായിക്കാം. ഗ്രീൻ ട്രീസ്. യു ആർ സോ നൈസ്. യു ആർ സോ നൈസ്. ഐ am so happy. I am so happy to see you all. To see you all. ഹാപ്പി എന്നർത്ഥം സന്തോഷം. ഓക്കെ, see you all. അപ്പോൾ എന്താണ് അടുത്തത്? എന്താണ്? ബ്ലൂ ബേർഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്നില്ലല്ലോ, നീല പക്ഷികൾ. യു ആർ സോ നൈസ്. നീ എന്താണ് ഭയങ്കര നല്ലതാണ്. ആൻഡ് ഐ ആം സോ ഹാപ്പി ആൻഡ് ടു സീ യു ഓൾ. എന്താണ്? നീ ഭയങ്കര രസമാണ്. ആൻഡ് ഐ ആം സോ ഹാപ്പി. ഞാൻ നിന്നെ കണ്ടത് ഭയങ്കര സന്തോഷമാണ്. ടു സീ യു ഓൾ. നിങ്ങളെല്ലാവരെയും കണ്ടിന്. സോ കൂടെ വായിക്കാം. ബ്ലൂ ബേർഡ്സ് യു ആർ സോ നൈസ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. സോ ഇതാണ് ഇവിടെ ഉള്ളത്. ദ നെക്സ്റ്റ് എന്താ നോക്കാം. വേർഡ്സ് ഐ ക്യാൻ റീഡ്. എനിക്ക് വായിക്കാൻ പറ്റുന്ന വേർഡ്സ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ പാഠം. സോ ആക്ടിവിറ്റീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇതാണ് നമ്മുടെ പാഠം. നമ്മുടെ ഒരു ബസ്സും ഒരു കാറും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു ആക്സിഡൻ്റാണ് നമ്മുടെ പാഠം. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒന്ന് ഇതിൽ നമുക്ക് ഇംഗ്ലീഷിലെ പല വേർഡ്സും സാധാരണ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല വേർഡ്സും ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. താങ്ക് യു, നൈസ്, ബൈ, പിന്നെന്താ ഐ എം സോറി, മിസ്റ്റേക്കൺ, ടു എന്നുള്ള ആ ഒരു ഫോം അതും കൂടെ കുട്ടികളെടുത്തിട്ട് എത്തിക്കുന്ന രീതിയിലാണ് പാഠഭാഗമുള്ളത്. സോ ഇറ്റ്സ് സോ നൈസ് ടു ടീച്ച് യു. ആൻഡ് ഇതാണ് നമ്മുടെ പാഠഭാഗം. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ, അത് റോട്ടിലേക്കൊരു വണ്ടി, നിങ്ങൾ സൈക്കിളാവട്ടെ എന്താവട്ടെ, നിങ്ങൾ വണ്ടി ഇറക്കുമ്പം സ്പീഡ് കുറച്ച് സേഫ്റ്റി എല്ലാം, ഹെൽമെറ്റ്, അതിൻ്റെ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ കഴിയും അതെടുത്തിട്ട് നമ്മൾ റോട്ടിലേക്ക് വണ്ടി ഒട്ടിക്കുക. ഇപ്പം കുറേ ആക്സിഡൻറ്റ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. സോ ഇറ്റ്സ് സോ ഡേഞ്ചർ. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് സൂക്ഷിച്ചൊക്കെ നമ്മൾ വണ്ടി. സോ ഇത്രയാണ് നമ്മുടെ പാഠഭാഗം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ. മക്കൾക്കൊക്കെ നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെസൺ. സോ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സോ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ സപ്പോർട്ട് ഞാൻ നല്ലോണം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇനി ഇംഗ്ലീഷ് ആണോ, നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ EVS എന്ന സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഏതാണ് ആദ്യം വേണ്ടത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഏതായാലും അടുത്ത വീഡിയോ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ആയിരിക്കും. So hope you find it well soon. So bye. Thank you for watching.